ദ്വീപിൽ ലക്ഷദ്വീപിൽ സമര തിരതീർത്ത് CPIM. ലക്ഷദ്വീപ് രാഷ്ട്രീയത്തിൽ ഇടം നേടാനുള്ള CPIM നീക്കത്തിന് ലഭിക്കുന്നത് വൻ പിന്തുണ. ദ്വീപിലെ കോൺഗ്രസ് BJP NCP അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിന് മറുപടി നൽകുന്നത് CPIM മാത്രമാണെന്ന് ജനങ്ങൾ ചർച്ച ചെയ്യുന്ന വിധത്തിൽ CPIM പ്രവർത്തനം എത്തിച്ചേർന്നിരിക്കുന്നു. കപ്പൽ യാത്രാ നിരക്ക് വർധനവിലും ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന്റെ ജനവിരുദ്ധ നയത്തിലും പ്രതിഷേധിച്ച് CPIM ദ്വീപിൽ വലിയ സമര പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. ദ്വീപിലെ രാഷ്ട്രീയത്തിൽ നേട്ടം കൊയ്യാമെന്ന് കരുതി ഇറങ്ങിയ BJP ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ടും തകർന്നടിയുന്ന കാഴ്ചയാണ്. BJPയിലെ തമ്മിലടിയും ഗ്രൂപ്പ് പോലും കുടുംബവാഴ്ചയും പ്രവർത്തകരിലും നിരാശയ്ക്ക് കാരണമായിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് CPIM വളർച്ച കൈവരിക്കുന്നത്. CPIM ലക്ഷദ്വീപ് ഘടകത്തിന്റെ ചുമതലക്കാരനായ B ശിവദാസൻ MP പ്രവർത്തകരുമായി ഇതിനോടകം ആശയവിനിമയം നടത്തുകയും ലക്ഷദ്വീപിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പാർലമെന്റിലടക്കം ഉന്നയിക്കുന്നുമുണ്ട്. ദ്വീപിലെ ജനതയെ വഞ്ചിക്കുന്ന നയം പിന്തുടരുന്ന NCPയെയും കോൺഗ്രസിനെയും BJPയെയും തുറന്നു കാട്ടാനുള്ള പ്രചാരണമാണ് BJP നടത്തുന്നത്. ദ്വീപിന്റെ പാരമ്പര്യവും സംസ്കാരവും ദ്വീപ് ജനതയുടെ സ്വത്വം സംരക്ഷിക്കുന്നതിനായി നിലകൊള്ളുന്ന CPIM ജനങ്ങൾക്കിടയിൽ സ്വാധീന ശക്തിയായി ഇതിനോടകം മാറിക്കഴിഞ്ഞു. ദ്വീപ് രാഷ്ട്രീയത്തിൽ CPIM ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ ഏറെ പ്രസക്തമാണ്. MP ഹംദുള്ള സയ്യിദിന്റെ ജനവിരുദ്ധ നിലപാട് ചോദ്യം ചെയ്യുന്ന CPIM വലിയ പ്രക്ഷോഭ പരിപാടികൾക്കാണ് രൂപം നൽകിയിട്ടുള്ളത്. CPIM സമാനതകളില്ലാത്ത സമരങ്ങളുമായി ദ്വീപിൽ മുന്നോട്ട് പോകുമ്പോൾ കോൺഗ്രസും NCPയും BJPയുമാണ് ഇവിടെ പ്രതിരോധത്തിലാകുന്നത്. BJPയുടെ ജനവിരുദ്ധ നിലപാടുകളും ഒപ്പം നേതാക്കളുടെ സാമ്പത്തിക താല്പര്യവും പാർട്ടിയിലെ കുടുംബവാഴ്ചയും ഒക്കെ അണികളെ നിരാശയിലാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ സമരങ്ങളിലൂടെ ജനങ്ങളിലേക്ക് എത്തുന്ന CPIM ദ്വീപ് രാഷ്ട്രീയത്തിൽ പൊതുചരിത്രം കുറിക്കുന്നത് ഉറപ്പാണ്. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ആന്ധ്രത്തിൽ കഴിഞ്ഞ ദിവസം ഡെപ്യൂട്ടി കളക്ടർ ഓഫീസിലേക്ക് CPIM മാർച്ച് സംഘടിപ്പിച്ചു. കപ്പൽ സർവീസുകളുടെ കുറവ് പരിഹരിക്കുക, ടിക്കറ്റ് നിരക്ക് വർധന പിൻവലിക്കുക, അടിയന്തര ചികിത്സയ്ക്കുള്ള സൗകര്യക്കുറവ് പരിഹരിക്കുക, ആവശ്യ വസ്തുക്കളുടെ കുറവ് പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. ദ്വീപിലെ BJP നയങ്ങൾക്കെതിരെ ശക്തമായ ജനവികാരം ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. BJP ദ്വീപ് ഘടകത്തിലെ തമ്മിലടിയും രൂക്ഷമായി മാറിക്കഴിഞ്ഞു. ദ്വീപ് BJP പ്രസിഡന്റിന്റെ തന്നിഷ്ടങ്ങളിൽ മടുത്ത് പലരും പാർട്ടി വിടാൻ ഇപ്പോൾ തന്നെ തയ്യാറെടുത്തു കഴിഞ്ഞു. ഈ കൂട്ടർ CPIM നേതാക്കളുമായി ആശയവിനിമയം നടത്തുകയാണ്. ദ്വീപിൽ താമരയുടെ നയങ്ങൾ വീഴാൻ അധികം താമസമില്ല. ചെങ്കൊടി ദ്വീപിൽ ഉയരുക തന്നെ ചെയ്യും.